ഇസഡ് സീരീസ് എഞ്ചിൻ. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയൊരു പ്രശ്നം ഇത്. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ കാറാണ്. സ്പെഷ്യൽ കാർ എന്ന് പറഞ്ഞാൽ ജനപ്രിയ വാഹനം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അതായത് ഇന്ത്യയുടെ ജനപ്രിയ നായകനാണ് ഈ കിടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2005 നമുക്ക് സ്വിഫ്റ്റ് ആദ്യമായി സുസുക്കി സമ്മാനിക്കുന്നത്. 2005 മുതൽ ഇന്ന് വരെ ഈ 19 വർഷം കൊണ്ട് വാഹനം വിറ്റതെന്ന് വെച്ചാൽ 30 ലക്ഷം വാഹനമാണ് നമ്മുടെ ഇന്ത്യയിൽ വിറ്റത്. ടോട്ടൽ 80 ലക്ഷം വാഹനം ഈ വാഹനം വിറ്റിട്ടുണ്ട്. അപ്പോൾ അന്നേരം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ജനപ്രിയ വാഹനം എന്ന് വിളിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇതിന് മുമ്പത്തെ ഇത് 4th ജനറേഷൻ സ്വിഫ്റ്റാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ സ്വിഫ്റ്റിനൊക്കെ തന്നെ നമുക്ക് ഇത് പാട്ടയാണ്, ക്വാളിറ്റി കുറവാണെന്നൊക്കെയുള്ള പല വിമർശനങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന നമ്മുടെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പോൾ പഴയ പരാതികളെല്ലാം മാറ്റുണ്ട്. അതേപോലെ തന്നെ 25 മൈലേജ് ഈ വാഹനം നൽകുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇറങ്ങുന്ന വാഹനത്തിനും ആ ക്വാളിറ്റി ഉണ്ടോ, എന്താണ് വാഹനത്തിൻ്റെ ഒരു കംഫോർട്ട്, വാഹനത്തിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനത്തിൻ്റെ ആദ്യം തന്നെ പറയാനുള്ളത് ഏറ്റവും പുതുക്കിയ ഈ ഒരു ഡിസൈനാണ്. ഈ ഡിസൈനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാഹനത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മിനി കൂപ്പർ കൺട്രിമാൻ്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ആദ്യം തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റിൽ നിന്ന് തുടങ്ങാം. അതായത് 3rd ജനറേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അത് താഴെ നമുക്ക് വരുന്നത് ഇതൊരു VXI വാഹനമാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റും ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഹാലജനുമാണ് വരുന്നത്. താഴെ VXI ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ തൊട്ടാണ് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നത്. പിന്നീട് സുസുക്കിയുടെ വാഹനങ്ങളെല്ലാം തന്നെ ഓർമ്മപ്പെടുന്നത് അവരുടെ സിഗ്നേച്ചർ ഗ്രില്ല് കാണാം. അതൊരു ചെറിയ ഹണിക്രോം ഗ്രില്ലാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡിസൈൻ നേരെ മുകളിലേക്ക് നമുക്ക് സുസുക്കിയുടെ ബാഡ്ജിങ് കൊണ്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാം ഗ്രില്ലിലായിരുന്നു, അത് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പുതിയൊരു പാറ്റേൺ ബമ്പറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടിപൊളി ഒരു ലിപ്പൊക്കെ താഴെ വന്നിട്ടുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് പുതിയ ഡിസൈനുള്ളൊരു ബോണറ്റാണ് വരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ ലോഗോയുടെ മുകളിൽ നിന്നാണ്. പിന്നീട് നമുക്ക് വശക്കാഴ്ചകളാണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവരും ചെക്ക് ചെയ്യുക. ഇതാ നോക്കുക, ഇതൊരു മിനി കൂപ്പറിൻ്റെ ആ സെയിം ഡിസൈനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് പേര് തമാശയ്ക്ക് പാവങ്ങളുടെ മിനി കൂപ്പർ എന്നൊക്കെ സ്വിഫ്റ്റിനെ വിളിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ വീലുകളാണ്. നമുക്ക് 4 ഇഞ്ച് സ്റ്റീൽ വീലാണ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നത്. പിന്നീട് ഈ ബോണറ്റ് തീരുന്ന ഈ ഒരു പോർഷനിൽ നിന്നും ഈ ഒരു കട്ടിങ് നേരെ ബാക്കിൽ അറ്റം വരെ, അത് ഇതിനെ റൗണ്ട് ചെയ്താൽ വരുന്നുണ്ട്. ഇതും നമുക്ക് മിനി കൂപ്പറിൽ കണ്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നീട് സൈഡ് മിറർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ മാരുതി വാഹനങ്ങളിലും വരുന്ന പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പിന്നീട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഒരു ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഡിസൈനാണ് പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഈ കട്ടിങ് തന്നെ വളരെ മനോഹരമായി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീടൊരു വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരുന്നു നമുക്ക് 3rd ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ഡോർ ഹാൻഡിൽ വരുന്നത് ഇവിടെ ആയിരുന്നു. അത് മാറ്റി നേരെ പഴയ സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പ്ലേസ്. 4th ജനറേഷൻ വന്നപ്പോൾ അതൊരു കറക്റ്റായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ബാക്കിൽ നിന്നും നമുക്ക് സീ പില്ലറിൽ നിന്നും ബാക്കിലേക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വന്ന് ഗ്ലാസ്സിലേക്ക് കയറുന്നൊരു ഏരിയ വന്നിട്ടുണ്ട്. പിന്നെ ഈ കട്ടിങ് തന്നെ നേരെ ടൈലാമ്പിലേക്കാണ് പോകുന്നത്. 2450 mm ആണ് വാഹനത്തിന് വീൽ ബേസ് വരുന്നത്. അത് പഴയ സ്വിഫ്റ്റിൻ്റെ സെയിം വീൽ ബേസ് തന്നെയാണ്. പിന്നീട് 1735 mm ആണ് വാഹനത്തിന് വിത്ത് വരുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് ഹൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് 10 mm ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്ന സമയത്ത് 15 mm കൂടിയിട്ടുമുണ്ട്. അത് നമുക്ക് ഇന്ത്യയുടെ സ്പേസിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഏറ്റവും പുതിയ ഈ ഒരു ടെയിൽ ലാമ്പാണ്. ഇതിൽ ഏറ്റവും മോഡേൺ ആയിട്ടാണ് ഈ ഒരു ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. ഇതിലൊരു C ടൈപ്പ് ഒരു ബ്രേക്ക് ലൈറ്റും അതേപോലെ തന്നെ താഴെ 3 SQ ടൈപ്പ് ഒരു ബ്രേക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റ് ഇവിടെയായിട്ട് നമുക്ക് കാണാം. താഴെ നമുക്ക് ഇൻഡിക്കേറ്ററും കാണാനായി സാധിക്കും. ഇപ്പോൾ ഒരു ഷാർപ്പിൻ്റെ ആൻറ്റിന വരുന്നില്ല, ഇതൊരു പോരായ്മയാണ്. പിന്നീട് താഴെ ഒരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണുന്നുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോഗർ കാണാം. അപ്പോൾ ഇത് നമുക്ക് സെൻട്രലായിട്ട് അതുപോലെ തന്നെ സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സ്വിഫ്റ്റ് എന്ന് വളരെ സ്റ്റൈലായിട്ട് എഴുതിയതും കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ കാണാനായിട്ട് സാധിക്കും. ബമ്പറിന് വളരെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ പിൻഭാഗം
പുതുക്കിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോഡിയൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ബൂട്ട് വരുന്ന സമയത്ത് 265 ലിറ്ററായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം 3 ലിറ്റർ കൂടുതലായിരുന്നു പഴയ സ്വിഫ്റ്റിൽ. ഇപ്പോൾ ഒരു സമയത്ത് 265 ലിറ്ററാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. പക്ഷേ അത് തരക്കേടില്ല എന്ന് പറയാൻ പറ്റും. കാരണം അത്യാവശ്യം ഒരു ഫാമിലി കാറായിരിക്കുന്നതാണ്. അത്യാവശ്യം നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള സ്പേസ് ഉണ്ട്. ഇതിൽ കൂടുതലായിട്ട് വേണോ എന്ന് ചോദിച്ചാൽ വേണം, എന്നാൽ വേണ്ട എന്ന് ചോദിച്ചാൽ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഇതാ മുകളിലേക്കൊരു പാർസൽ ട്രേ ഒക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഡോറൊക്കെ ക്ലോസ് ചെയ്യേണ്ട ഒരു ഹാൻഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ബോണറ്റിനൊക്കെ പഴയ സ്വിഫ്റ്റിൽ നിന്നും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ക്വാളിറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. പിന്നീട് ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഇസഡ് സീരീസ് എഞ്ചിൻ. 1.2 ലിറ്റർ 3 സിലിണ്ടർ ആക്കിയിട്ടുണ്ട്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വാഹനത്തിൽ നിന്നും പഴയ 4 സിലിണ്ടർ എഞ്ചിനായിരുന്നു, അത് കെ സീരീസ് ആയിരുന്നു. ഇത് ഇസഡ് സീരീസിലേക്ക് വന്നിരിക്കുമ്പോഴത്തേന് നേരെ 3 സിലിണ്ടറായിട്ട് വാഹനം മാറ്റിയിട്ടുണ്ട്. ഈ വാഹനം വരുമ്പോൾ 1.2 ലിറ്റർ 3 സിലിണ്ടറാണ്. 82 PS പവറും 112 Nm ടോർക്കും തരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഇല്ലാത്തൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇസഡ് സീരീസ് സുസുക്കിയുടെ പുതിയ എഞ്ചിൻ. ഇതിന് ഓട്ടോമാറ്റിക്കും അതേപോലെ തന്നെ മാനുവലും വരുന്നുണ്ട്. വാഹനത്തിന് മൈലേജ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കിന് 25.7 അതേപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷന് വരുന്നത് 24.8 വാഹനം നമുക്ക് തരുന്ന മൈലേജ്. ഇതാണ് പുതിയ സ്വിഫ്റ്റ് ഇസഡ് സീരീസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമല്ല, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻജിൻ തന്നെ നമുക്ക് പറയാം. പഴയ എഞ്ചിനിൽ നിന്നും ഒരു രീതിയിലുള്ള നോയ്സോ സൗണ്ടോ വൈബ്രേഷനോ ഒന്നും തന്നെ ഇല്ല. പുതിയ ഇസഡ് സീരീസ് 3 സിലിണ്ടർ വന്നപ്പോൾ തന്നെ എൻജിൻ നല്ല അടിപൊളിയാക്കി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കോമൺ ആയിട്ട് തന്നെ മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചുകളും അതേപോലെ തന്നെ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളും ഡോർ അൺലോക്ക് സ്വിച്ചുകളും കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഫാബ്രിക് പോർഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ വരുന്ന സമയത്ത് ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്തൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. പിന്നീട് ഇതൊരു പോരായ്മയാണെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം വെച്ചാൽ ZX പ്ലസ് തൊട്ടേ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് വരുന്നുള്ളൂ. പക്ഷേ ഇത് തീരെ ഹൈറ്റ് കുറഞ്ഞവർക്ക് മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. പിന്നീട് നമുക്ക് കയറുന്ന സമയത്ത് വാഹനത്തിൻ്റെ VXയുടെ കീ വരുന്ന ഇതാണ്. പിന്നീട് നമുക്ക് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് 2 അനലോഗ് മീറ്ററുകളും സെൻട്രലായൊക്കെ ഒരു ഡിജിറ്റൽ മീറ്ററും നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിസൈൻ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഒന്നും ഈ വാഹനത്തിന് വരുന്നില്ല. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇത് നമുക്ക് നോർമൽ സുസുക്കി എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം സ്റ്റിയറിംഗ് വീലുകളാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ സ്റ്റാൻഡേർഡ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് പുതിയ സ്വിഫ്റ്റിന് വരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. പിന്നീട് സെൻട്രലായി നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മോഡുകളെല്ലാം തന്നെ ചേഞ്ച് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് സിസ്റ്റത്തിൻ്റെ കോഡ്, കട്ട്, വോയിസ് കമാൻഡിങ് എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് VXIക്ക് വരുന്നത് 7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പക്ഷേ ZX പ്ലസിലേക്ക് വരുമ്പോഴത്തേനും അത് 9 ഇഞ്ചായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. ഇതിന് മുമ്പത്തെ വാഹനമെല്ലാം തന്നെ ഈ സെൻട്രൽ ഭാഗത്താണ് നമുക്ക് സിസ്റ്റം വന്നിട്ടുള്ളത്. അതെല്ലാം മാറി നേരെ മുകളിലേക്ക് എത്തുന്നു. ഇത് വളരെ സ്റ്റൈലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ആവറേജ്, അതേപോലെ തന്നെ ടയർ പ്രഷർ, അതേപോലെ തന്നെ നമുക്ക് FM, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതേപോലെ സുസുക്കി കണക്റ്റ് വരുന്നത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ്. എന്നാലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം വരുന്നൊരു സിസ്റ്റമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. നേരെ സെൻട്രലായിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ്, ഫുൾ ബ്ലാക്ക് മയമാണ്. ബ്ലാക്ക് ഫിനിഷ് തന്നെ നമുക്ക് 2 AC വെൻറ്റുകളും സെൻട്രലായിട്ട് നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ചും കാണാം. താഴെയായിട്ട് നമുക്കൊരു AC കൺട്രോളുകളാണ്. ഇത് വളരെ സ്റ്റൈലായിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും വലിയ വലിയ സ്വിച്ചുകളൊക്കെയാണ് ഈ പറഞ്ഞ ബേസിക് മോഡലുകൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് നല്ല സ്റ്റൈലായിട്ടാണ് ഡിജിറ്റൽ മോഡലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആയിട്ടൊരു 2-3 ടൈപ്പിലുള്ള ബ്ലാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഫാബ്രിക് ഭാഗം കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു ത്രികോണാകൃതിയിലുള്ള ഡിസൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ സ്റ്റീൽ
ഡോർ ഹാൻഡിൽസ് കാണാനായിട്ട് സാധിക്കും. ഒരു കപ്പ് ഹോൾഡർ ഇവിടെ കാണാം. ഇവിടുത്തെ AC വെൻറ്റുകളൊക്കെ വളരെ സ്റ്റൈലായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനൊരു ഡിസൈനൊക്കെ നേരത്തെ ടാറ്റയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിലും സുസുക്കിയിലും അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തരക്കേടില്ലാത്തൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് എല്ലാം പഴയതിൽ നിന്ന് നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നമുക്ക് ലാമ്പൊക്കെ വരുന്നത്. പിന്നെ സെൻട്രൽ മിറർ വരുന്നുണ്ട്. പാലറ്റി മിററുകളൊക്കെ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഈ വേരിയൻറ്റിൽ നമുക്ക് ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള പോർഷനാണ് വന്നേക്കുന്നത്. പക്ഷേ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് വയർലെസ് ചാർജ് വരുന്നുണ്ട്. ഇവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 12 വോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമുക്ക് മാനുവൽ ഗിയർ ലിവർ കാണാം. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. പിന്നീട് ഹാൻഡ് ബ്രേക്കുകൾ കാണാം. സീറ്റുകളെല്ലാം ഫാബ്രിക്കാണ്. പക്ഷേ എങ്കിലും തൈ സപ്പോർട്ടോടുകൂടിയുള്ള വളരെ ഭംഗിയുള്ള സീറ്റാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ബാക്ക് റോയിൽ വരുന്ന സമയത്ത് ഇപ്രാവശ്യം 3 പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സീറ്റ് ബെൽറ്റുകളും അതിനുള്ള സ്പേസും കമ്പനി നൽകിയിട്ടുണ്ട്. സെൻട്രൽ ലൈൻ കുറച്ച് ഹൈറ്റിലാണ്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. റിയർ AC ഈ വാഹനത്തിന് വരുന്നില്ല. ടോപ്പ് വേരിയൻറ്റിന് മാത്രമേ അത് വരുന്നുള്ളൂ. സ്പേസ് ഇതാണ്. നമ്മുടെ ഏറ്റവും ബാക്കിലേക്ക് ഞാൻ സീറ്റ് നീക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇതാണ് നമ്മുടെ സ്പേസ് വരുന്നത്. ഒരു മീഡിയം ലെവലിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഈ 3 സിലിണ്ടർ ആക്കിയപ്പോഴത്തേന് വാഹനത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ തന്നെ ആ പഴയ സ്വിഫ്റ്റിൽ നിന്നുള്ള ഭയങ്കരമുള്ള വ്യത്യാസമാണ് നമുക്കറിയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ സൗണ്ട് പോലും ഇതിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. AC സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്കിനി റോഡിൽ ഓടിയിട്ട് എങ്ങനെയുണ്ട് 3 സിലിണ്ടർ എന്നുള്ളതൊന്ന് നോക്കാം. ഇനിഷ്യൽ പിക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ RPMലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പറക്കുന്നുണ്ട് വണ്ടി. കാരണം വെച്ചാൽ പഴയ 4 സിലിണ്ടറും ഈ 3 സിലിണ്ടറും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ അത്രയും പവർഫുള്ളാണ് ഈ Z സീരീസ് എഞ്ചിൻ തന്നെ പറയാൻ പറ്റും. കാരണം ഈ ഒരു 1.2-ൽ നിന്ന് എത്ര പവർ ലഭിക്കണോ അത് നമുക്ക് എന്തായാലും സുസുക്കി നൽകുന്നുണ്ട്. ഒരിക്കലും ഈ 3 സിലിണ്ടർ നേരത്തെ പഴയ വാഗനാറൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് AC കിട്ട് പോകുമ്പോൾ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അത് സ്വിഫ്റ്റിലേക്ക് വന്നപ്പോഴത്തേനും അവരത് പരിഹരിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ബോഡി റോളോ ഒന്നും തന്നെ വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കട്ടർ റോഡിൽ കൂടെ അണിഞ്ഞിട്ട് വന്നതാ. കാല് കൊടുക്കുന്നതിനനുസരിച്ചാണ് വാഹനം കയറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 3 സിലിണ്ടർ ആണെന്നും പറഞ്ഞ ഒരാളും വാഹനത്തെ തള്ളി പറയണ്ട. കാരണം സ്വിച്ച് ഇട്ട പോലെയാണ് ഈ വാഹനം 80-100ലേക്കൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വാഹനം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റിയറിംഗ് വീലൊക്കെ വളരെ കൺട്രോളായിട്ട് നമ്മുടെ കൈകളിൽ നിൽക്കുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് നമുക്കിത് വാഹനം കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത്. പഴയ ആ ബോഡി വെയിറ്റ് കുറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് നല്ല രീതിയിലൊക്കെ നമുക്ക് ടേൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല കൺട്രോളിൽ തന്നെ വാഹനം കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും ബോഡി റോൾ ഈ ഹാച്ച് ബാക്ക് വാഹനങ്ങൾക്ക് ചില വാഹനങ്ങൾക്ക് നമുക്കൊരു ബോഡി റോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് സ്വിഫ്റ്റിന് ആവരുതില്ല. കാരണം അതിൻ്റെ പ്രധാനമെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റാണ്. വളരെ സപ്പോർട്ടുള്ള വളരെ നല്ല വിങ്സുകളൊക്കെ വരുന്ന തൈ സപ്പോർട്ട് കൂടിയ സീറ്റ് ആയതുകൊണ്ട് നമ്മൾ വളരെ കംഫർട്ടായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ബാക്ക് സീറ്റും അത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര ഇത്രയും കംഫർട്ടായിട്ട് തോന്നുന്നത്. കാരണം ഇതിന് മുമ്പത്തെ പല വാഹനങ്ങളും നമ്മൾ സുസുക്കിയുടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു പവർ ലാഗും അതേപോലെ തന്നെ ഇരുത്തേക്കുള്ളൊരു കംഫർട്ട് കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പുതിയ സ്വിഫ്റ്റ് നമുക്ക് അടിമുടി അവർ മാറ്റിയെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. AC ഒക്കെ അത്യാവശ്യം നല്ല കൂളിംഗ് തന്നെയാണ്. നമുക്ക് VXI തൊട്ട് നമുക്ക് ഓട്ടോ AC വരുന്നുണ്ട്. നമുക്ക് ഇത്രയും മോശം റോഡിലൂടെ നമ്മൾ പോയിട്ട് പോലും നമുക്ക് ആ ഒരു സൗണ്ടുകളോ കാര്യങ്ങളോ, കാരണം ഇതിന് മുമ്പത്തെ വാഹനങ്ങൾക്കെല്ലാം തന്നെ ചെറിയ ഡാഷ് സൗണ്ടുകളൊക്കെ തന്നെ നമുക്ക് വരുന്നതാണ്. എന്നാൽ ഇതിനതൊന്നും തന്നെ ബാധിക്കുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഓടിച്ച് പോകാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി അതാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതായത് ഏറ്റവും പ്രധാനം വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ ഭാഗം തന്നെ. അതായത് സ്റ്റാൻഡേർഡ് തൊട്ടേ നമുക്ക് 6 എയർ ബാഗ് വാഹനത്തിന് വരുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഇന്നേ വരെ സുസുക്കിയിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. പിന്നീട് ഈ പറഞ്ഞ ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ABS, EBD, ഇതെല്ലാം തന്നെ നമുക്ക് വാഹനത്തിനെ കുറച്ചുകൂടെ കരുത്തനാക്കി മാറ്റുന്നുണ്ട്.
ഈ റോഡുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മോശമായിട്ടുള്ള കണ്ടീഷനിലാണ് കിടക്കുന്നുള്ളൂ. എന്നിട്ട് പോലും ഒരു രീതിയിലുള്ള ഷേക്ക് നമുക്ക് അകത്തേക്ക് ഒരു നോർമൽ അല്ലാതെ അതിൻ്റെ പുറത്തേക്കുള്ളൊരു ഷേക്ക് നമുക്ക് കിട്ടുന്നില്ല. ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. കാരണം ബോഡി നമുക്ക് നോർമൽ പഴയ 3rd ജനറേഷനിൽ നിന്നും 4th വന്നപ്പോൾ തന്നെ ബോഡി വെയ്റ്റും കൂടിയിട്ടുണ്ട്. പിന്നെ മൈലേജിനെ പറ്റി പറയണ്ടല്ലോ, ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല മൈലേജ് തരുന്ന വാഹനമാണ്. കാരണം ഇതിൽ AGS വരുമ്പോൾ തന്നെ 25 കിലോമീറ്റർ മൈലേജാണ് വരുന്നത്. അതുപോലെ തന്നെ CNG, അതായത് നിങ്ങൾക്ക് നല്ല ഓട്ടോ ഉള്ളൊരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CNG തന്നെ ചൂസ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ CNG നമുക്ക് 7 സംതിങ്ങിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CNG ആണെന്നുണ്ടെങ്കിൽ 33 മൈലേജ് കിട്ടുന്നുണ്ട്. അതായത് ഒരു ബൈക്ക് കൊണ്ട് കിടക്കുന്ന അതേ ചിലവിൽ നിങ്ങൾക്ക് കാറ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ വണ്ടി ഒരു ഹാഷ് ബാക്ക് വാഹനം ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സിറ്റിയിലും അതേപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനും പാർക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കൂടുതൽ യാത്രയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ബൈക്ക് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നേരെ ഈ സ്വിഫ്റ്റിലേക്ക് തന്നെ വരാം. കാരണം അതിൻ്റെ മൈലേജ് അത്രയും ഗംഭീരമാണ്. ഓക്കെ, അപ്പം വാഹനത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിക്കഴിഞ്ഞു എന്താണ് നമ്മുടെ 3rd ജനറേഷൻ സ്വിഫ്റ്റ്, എന്താണ് നമ്മുടെ 4th ജനറേഷൻ സ്വിഫ്റ്റ്. അതായത് ഇത്രയും നാൾ നമ്മൾ സുസുക്കിയെ അല്ലെങ്കിൽ മാരുതി സുസുക്കിയെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യത്തിലാണ്. ഈ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഇത്രയും സെയിൽസ് നടന്ന ഈ ഒരു വാഹനം, അപ്പം ഈ ഒരു ക്വാളിറ്റിയിൽ, ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ ഈ ഒരു വാഹനം വന്നിട്ടുണ്ടെങ്കിൽ കോമ്പറ്റേറ്റേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പം വാഹനത്തിൻ്റെ മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മൈലേജ്, അതായത് ഈ വാഹനത്തിൻ്റെ CNGയും നമുക്ക് അവൈലബിൾ ആണ്. CNGക്ക് 33 km/ലിറ്റർ ആണ് നമുക്ക് മൈലേജ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷന്, മാനുവലിന് നമുക്ക് വരുന്നത് 24.8ഉം AGS എന്ന് മാരുതി വിളിക്കുന്ന നമ്മുടെ AMTക്ക് നമുക്ക് കിട്ടുന്നത് 25.7 km മൈലേജാണ്. നമുക്ക് ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് കരുനാഗപ്പള്ളി വവ്വാക്കാവിലുള്ള ജുമാ മസ്ജിദ് നേരെ ഓപ്പോസിറ്റുള്ള മാരുതി സുസുക്കി അരീന ഇൻ്റെ ഷോറൂമിൽ നിന്നാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാഹനത്തിൻ്റെ വിലയെ പറ്റി പറയാനാണെങ്കിൽ 645 മുതൽ 950 വരെയാണ് ഈ വാഹനത്തിൻ്റെ വില വരുന്നത്. അതിൽ തന്നെ 746, ഇത് VXC ആണ്, 746 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് VXC വാഹനം സ്വന്തമാക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ CNG വരുമ്പോഴത്തേനും അതേപോലെ തന്നെ ZXi AGS വരുമ്പോഴാണ് ഈ പറഞ്ഞ 9 സംതിങ്ങിലേക്ക് വാഹനത്തിൻ്റെ വില വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു VXi വാഹനത്തിനകത്ത് എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ഇത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 746 നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാവുന്നതാണ്. ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ടും മെച്ചപ്പെട്ടുള്ളത്. ക്വാളിറ്റി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള Z സീരീസ് 3 സിലിണ്ടർ എഞ്ചിൻ വന്നിട്ടുണ്ട്. ഇത് ഓടിക്കുന്ന സമയത്ത് തന്നെ ആ 3 സിലിണ്ടർ ആണെന്നുള്ള ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല. പിന്നീട് ഏറ്റവും പ്രധാനം, ഇത് സ്റ്റാർട്ട് ചെയ്ത് കിടന്നാൽ പോലും നമുക്ക് ആ എഞ്ചിൻ്റെ ഒരു ശകലം പോലും സൗണ്ട് നമുക്ക് വെളിയിലേക്ക് വരുന്നില്ല. അത്രയും നീറ്റായിട്ടാണ് ഇതിൻ്റെ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത്രയും ക്വാളിറ്റിയായിട്ടാണ് ഇതിൻ്റെ എല്ലാ പ്ലാസ്റ്റിക് ഭാഗങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. അത്രയും നീറ്റായിട്ടുണ്ട്. അതായത് നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാ പരാതികളും ദൂരീകരിച്ചിട്ടാണ് പുതിയ സ്വിഫ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് മുതലേ 6 എയർ ബാഗ് സ്വിഫ്റ്റിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ABS വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, EBD വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു വാഹനം ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ സുസുക്കിയെ എന്തുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം, ഒന്ന് റീസെയിൽ, നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് റീസെയിൽ, അതേപോലെ തന്നെ മൈലേജ്, സർവീസ്, ഇതെല്ലാം തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഇന്ന് ഈ പറഞ്ഞ മാരുതി സുസുക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ഫാമിലിക്കും ഒരു കാർ എന്നുള്ള സ്വപ്നം സ്വന്തമാക്കാൻ 100% സ്വിഫ്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു വാഹനമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിന് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. കാരണം കഴിഞ്ഞ 2ാം വരവിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ സ്വീകരിച്ചത്. അതുപോലെ തന്നെ തുടർന്നും പോവുക. ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.